എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 6-ന്റെ 21 മുതൽ 23 വരെ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആഹാരവും വസ്ത്രവും പാർപ്പിടവും, ഇത് മൂന്നും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. എന്നാൽ ഇവയോടുള്ള സമീപനത്തിൽ മനുഷ്യർ വ്യത്യസ്തത പുലർത്തുന്നു. ഇവ നിഷേധിക്കപ്പെടുന്നവർ, ഇവയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ഇവയേക്കാൾ പ്രാധാന്യം മറ്റു ചിലതിൽ കാണുന്നവർ, അടിസ്ഥാന ആവശ്യങ്ങൾക്കും അപ്പുറം ആർജിക്കാനുള്ള ത്വരവർദ്ധിതമായിരിക്കുന്ന ഒരു സാമൂഹിക സാമ്പത്തിക ക്രമത്തിൽ നോമ്പാചരണത്തിന് വളരെയധികം സാങ്കത്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഒരിക്കലും എതിരല്ല. ദൈവരാജ്യത്തെയാണ് അടിസ്ഥാന ആവശ്യമായി ക്രിസ്തു കണ്ടത്. ക്രിസ്തു ശൈലിയുടെ ജഡധാരണമാണ് നോമ്പ്. നോമ്പ് ഒരു പ്രത്യേക കാലയളവിലേക്കുള്ള ജീവിതശൈലിയല്ല, അത് ജീവിതത്തിൻ്റെ ആകമാന സമീപനമായിരിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം പ്രധാനമായും ജീവിതശൈലിയെ പറ്റിയാണ്. ധ്യാനഭാഗത്ത് ഉദാസീനരാകാനുള്ള ഉപദേശങ്ങളൊന്നുമല്ല കർത്താവ് കൊടുക്കുന്നത്, ഉത്തരവാദിത്തമുള്ളവരാകാനുള്ള പ്രചോദനമാണ്. ശിഷ്യത്വത്തിൻ്റെ ഗൗരവമായ ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ സ്വാഭാവിക സമസ്യകളോടും ആകുലതകളോടുമുള്ള സമീപനമാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. അപ്പോൾ നോമ്പ് നമ്മിൽ ഉയർത്തുന്ന സമസ്യകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ജീവിതത്തിൻ്റെ ശ്രദ്ധയും ലക്ഷ്യവും എന്തിലാണെന്നതാണ് ചോദ്യം. അപകരണ നശീകരണ സാധ്യതകളാൽ നിക്ഷേപത്തോട് ആകുലത കലർന്ന സമീപനമാണ് മനുഷ്യന്. എന്നാൽ ക്രിസ്തു സംസാരിക്കുന്നത് അതിനൊക്കെയും അതീതമായ നിക്ഷേപത്തെ പറ്റിയാണ്. അത് ദൈവരാജ്യത്തിനും നീതിക്കുമായുള്ള അന്വേഷണമാണ്. ഹൃദയവും ശരീരവും ജീവിതവും വ്യാപൃതമാവേണ്ടത് ദൈവരാജ്യ നിർമ്മിതിയിലാണ്. നമ്മുടെ ഹൃദയ വിചാരങ്ങളുടെ ലക്ഷ്യവും സ്വഭാവവും എന്താണെന്നുള്ള മൗലികമായ ചോദ്യം ഈ നോമ്പിൻ്റെ നാളുകളിൽ ഉയർന്നു വരണം. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഒരാൾ തൻ്റെ ഉള്ളത്തെയും ചുറ്റുപാടുകളെയും എങ്ങനെയാണ് കാണുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ചൊവ്വുള്ളതും കാഴ്ചപ്പാട് കലർന്നതുമായ കാഴ്ച ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. ദൈവരാജ്യത്തിനും ദൈവനീതിക്കും ചേർന്ന കാഴ്ചകൾ കാണാനും കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കാനും നമുക്കാകുന്നുവോ എന്നതാണ് നോമ്പ് ഉയർത്തുന്ന സംഗതമായ ചോദ്യം. നോമ്പ് ഉരുവാക്കുന്ന സമീപനങ്ങളെക്കുറിച്ചും കർത്താവ് പറയുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. ഇതൊരു ജീവിത സമീപനമാണ്. വിചാരങ്ങളുടെ പുനഃക്രമീകരണത്തിലൂടെ ഒരു ജീവിത സമീപനം രൂപപ്പെടുത്താൻ ക്രിസ്തു ശിഷ്യരെ ആഹ്വാനം ചെയ്യുന്നു. ആഹാരം, വസ്ത്രം ആദിയായ വിചാരങ്ങളിൽ നിന്നും ദൈവരാജ്യത്തിനും നീതിക്കുമായുള്ള വിചാരങ്ങളിലേക്ക് ശിഷ്യരെ കൈപിടിച്ചുയർത്തുന്നു. സ്വയം കേന്ദ്രീകൃത വിചാരങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ ക്രമത്തിൽ പൊതുനന്മയ്ക്കായി സ്വയത്തെ വെടിയുന്ന ജീവിതക്രമത്തിന് വേണ്ടിയുള്ള വിചാരം ക്രിസ്തു അവതരിപ്പിക്കുന്നു. ജീവിത ആവശ്യങ്ങൾക്കായിട്ടുള്ള മിതത്വം, അച്ചടക്കം, ഇത് കർത്താവിന് വളരെ ഗൗരവമുള്ള വിഷയമാണ്.
അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് പറയുന്നത്. ആകർഷണീയമായതോടുള്ള നിരാകരണം ക്രിസ്തു ശിഷ്യരിൽ ഉണ്ടാവണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിക്ഷേപം, ധനം, വസ്ത്രം, ശരീരം ഇവയൊക്കെ ആകർഷണീയതയുടെ തലം കൂടിയാണ്. സ്വാർത്ഥത പതിയിരിക്കുന്ന ആകർഷണീയതകളിൽ അസ്വസ്ഥരും ആകുല ചിന്തകരുമാകാതെ ദൈവരാജ്യത്തോടും നീതിയോടും പ്രതിബദ്ധത പുലർത്താൻ കർത്താവ് ഉദ്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യവും ദൈവനീതിയും ആവശ്യം മാത്രമല്ല, ഒരു ആവേശവുമാവണം. നോമ്പ് ദിനങ്ങളിൽ ഒതുങ്ങുന്ന ജീവിതശൈലിയല്ല, നോമ്പ് രൂപപ്പെടുത്തുന്ന ജീവിതക്രമമാണ് അനിവാര്യം. ക്രിസ്തു ഉയർത്തുന്ന വെല്ലുവിളികളിലൂടെ രൂപപ്പെടുന്ന ഒരു ജീവിത സമീപനം നമ്മിൽ ഉരുവാകണം. ദൈവത്തിന് പ്രിയമുള്ള നമ്മുടെ ശരീരങ്ങളിലൂടെയും ജീവിതങ്ങളിലൂടെയും ദൈവരാജ്യവും ദൈവനീതിയുള്ള വിചാരങ്ങളിലേക്കും ഉദ്യമങ്ങളിലേക്കുമൊക്കെ നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിവസത്തിനായും അതിൻ്റെ സാധ്യതകൾക്കായും നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മിതത്വം ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. അടിസ്ഥാനപരമായ ആവശ്യങ്ങളോടും അല്ലാത്തവയോടും വ്യത്യസ്ത നിലപാടുകൾ പുലർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും മനസ്സലിവിൻ്റെയും ദയയുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം തമ്പുരാൻ എല്ലാവരെയും സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.